പറഞ്ഞു ഇവളെ ഇവിടെ കയറ്റിയിരുത്താൻ? ഞാൻ വിളിച്ചിട്ടാ മോള് വന്നത്. മോളോ? ആരുടെ മോള്? നിങ്ങൾക്ക് നാണമില്ല മനുഷ്യ? ഒരു ബന്ധമില്ലാതെ വല്ലവന്റെ ഒക്കെ കൊച്ചിനെയും കൂടി നടക്കുന്ന ഇവളെയൊക്കെ വിളിച്ച് വീട്ടിൽ കയറ്റാൻ. വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കണം. ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥയ്ക്ക് ആരാ എവിടുന്നാ എപ്പോഴാ സഹായിക്കാന്നേ നമുക്ക് പറയാൻ പറ്റില്ല. ഓ, നിങ്ങൾക്ക് ഇവളുടെ സഹായം കിട്ടാഞ്ഞിട്ടല്ലേ? എങ്കി കേട്ടോ, ഈ വീടൊഴിഞ്ഞ് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നാലും കടത്തിണ്ണെ കിടക്കേണ്ടി വന്നാലും ഇവളുടെ ഒരു സഹായവും ഈ സത്യഭാമയ്ക്ക് വേണ്ട. ഇനി അതല്ല, വാങ്ങിച്ചേ അടങ്ങൂ എന്നൊരവസ്ഥ വന്ന ആ നിമിഷം വല്ല വിഷവും വാങ്ങി ഞാനങ്ങ് കഴിച്ചു മരിക്കും. എന്നാൽ ഇവളുടെ മുമ്പിൽ ഞാൻ കൈനീട്ടില്ല. അതുകൊണ്ട് ഞാൻ അടിച്ചിറക്കുന്നതിന് മുമ്പ് ഇവളോട് ഇറങ്ങി പോകാൻ പറ. ഭാമേ, ശ്യാമ പപ്പിയെ വിളിക്കാൻ സ്കൂളിൽ ചെന്നിട്ടില്ല. അതുകൊണ്ട് പപ്പിയും കൊണ്ട് വന്നതാ ശാലിനി. എനിക്ക് ഇവളോട് ഇവിടുന്ന് ഇറങ്ങി പോകാൻ പറയാൻ പറ്റില്ല. കാരണം ഇവളിപ്പോഴും എന്റെ മോന്റെ ഭാര്യയാ. ഓഹോ ഓഹോ, അപ്പൊ അധികാരം സ്ഥാപിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണല്ലേ? അവകാശം വാങ്ങിക്കാൻ. എല്ലാ അവകാശവും കൂടി ഇപ്പൊ സർക്കാരിലേക്ക് കൊടുക്കാൻ പോവാ. വന്നു കയറുന്ന പെണ്ണുങ്ങളുടെ ഭാഗ്യ ആ ഭർത്താവിന്റെ വീട്ടിലെ ഐശ്വര്യം. പക്ഷേ ഇവിടെ വന്നു കയറിയ രണ്ടും മുടിക്കാനായിട്ട് ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ വന്ന് കയറി പോയല്ലോ. അവിടുന്ന് ഇന്ന് ബന്ധം കൂടിയോ അന്ന് മുതൽ തുടങ്ങിയത് ഈ വീടിന്റെ നാശം. ഇതിന്റെ അസ്ഥിവാരം അമ്മയും മക്കളും കൂടി അങ്ങ് ഇളക്കി. ഇനി ഇത് കീഴ്മേൽ മറിക്കുന്ന ഒരു ചടങ്ങ് കൂടെ ഉള്ളൂ. ദയവ് ചെയ്ത് എത്രയും പെട്ടെന്ന് അതും കൂടി ഒന്ന് ആക്കി തന്ന് ഞങ്ങളെ രണ്ടാളെയും കൂടെ അതിലിട്ടൊന്ന് മൂടാമോ? സത്യമേ, വിളിക്കരുത് നീ എന്നെ അങ്ങനെ. നീ പറയുന്നത് കേട്ടതൊന്നുമല്ലോ. ഉപേന്ദ്രന്റെ കൂടെ ബിസിനസ് ചെയ്തേ കോടികൾ ഉണ്ടാക്കാനുള്ള ബുദ്ധി പറഞ്ഞു തന്നതേ ശാരദ മക്കളാണെന്ന്. ഇത് നമുക്ക് പറ്റിയത് അബദ്ധോ? അത് മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കില്ല ഭാമേ. ഇത് നമ്മളോടുണ്ടാക്കിയ കടവാ. അതിൽ വന്നു കയറി മരുമക്കൾക്ക് ഒരു പങ്കുമില്ല. ഇവളുടെ ബലത്തിലാണോ രാഘവൻ എന്നോട് തർക്കിക്കുന്നേ? എനിക്ക് ഒരാളെയും പേടിയില്ല. ഇപ്പോഴും എന്റെ കാൽച്ചുവട്ടിലെ മണ്ണേ ഒലിച്ചു പോയിട്ടുമില്ല.